ചേരുന്നത്. ആദ്യം ശ്രീ അനിൽ ബോസ്, ഇന്ന് കൃത്യമായ രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ നടത്തി അതിന്റെ എന്താണ് കണ്ടെത്തിയത് തോൽവിക്ക് കാരണം എന്ന് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പറയുകയായിരുന്നു. താത്വികമായ അവലോകനം അദ്ദേഹം നടത്താറുള്ളതാണ്, അത് അതിൻ്റെതായ വഴിക്ക് പോകട്ടെ. പക്ഷേ കണ്ടെത്തിയ കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ജാതി സംഘടനകൾ വർഗീയവൽക്കരിക്കുന്നു. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. അതിൽ അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത്, അതായത് പാർട്ടി കണ്ടെത്തിയ വിലയിരുത്തൽ എന്ന് പറയുന്നത് SNDP അത് സംഘപരിവാർ മനസ്സിലേക്ക് രൂപപ്പെട്ടു വരുന്നുവെന്നാണ്. അതിന് ഇത്തവണ SNDP നേതൃത്വത്തെ പോലും പറയുന്നുണ്ട് CPM. എങ്ങനെ കാണുന്നു താങ്കൾ ഇതിനെ? ഞാൻ ആ കണ്ടെത്തലിനോട് യോജിക്കുന്നില്ല. ഒന്നാമത്തെ കാരണം, SNDP യോഗം RSS വൽക്കരിക്കപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. SNDP യോഗത്തിലെ ഏതെങ്കിലും ഒന്നോ രണ്ടോ വ്യക്തികൾ രാഷ്ട്രീയത്തിൽ ഇടപെട്ടു എന്നതുകൊണ്ട് SNDP യോഗം മുഴുവൻ RSS ആണ് എന്ന് നിരീക്ഷിക്കുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. പിന്നെ അവർ പറയുന്നത് അവർക്ക് ബേസ് വോട്ടായി മജോറിറ്റി വോട്ട് കിട്ടിയിരിക്കുന്നത് മുൻകാലങ്ങളിൽ ഈഴവ തീയ വിഭാഗത്തിൽ നിന്നാണ് എന്ന് പറയുന്നുണ്ട്. അത് ശരിയായ ഒരു നിരീക്ഷണമായിട്ട് ഞാൻ അംഗീകരിക്കുകയാണ്. പക്ഷേ എന്തുകൊണ്ട് ഇവരെ വിശ്വസിച്ച ഒരു സമൂഹം ഇവരെ തള്ളിപ്പറഞ്ഞു പോകുന്നു എന്നുള്ളത് യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്യണം. ഒരു സമുദായത്തെ ഒന്നോ രണ്ടോ വ്യക്തികളുടെ പേരിൽ അവർ എന്താ പറയുക, ഹിന്ദുത്വവാദികളാണ് എന്ന് തോന്നുന്ന തരത്തിൽ വർഗീയവൽക്കരിച്ച് കണ്ടെത്തുന്നത് തൽക്കാലം തടി രക്ഷിക്കാനുള്ള നിരീക്ഷണം മാത്രമാണ്. എന്തുകൊണ്ട് CPMന്റെ സഹയാത്രികരായി മജോറിറ്റി ഈഴവ അല്ലെങ്കിൽ തീയ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വോട്ട് ചെയ്തവർക്ക് അവരോടൊപ്പം നിൽക്കാൻ കഴിയുന്നില്ല? എന്തുകൊണ്ടാണ് കഴിയാത്തത്? അതിന് പരീക്ഷിക്കേണ്ടതും പരിശോധിക്കേണ്ടതുമായ മറ്റൊരുപാട് കാരണങ്ങളുണ്ട്. ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട സംവരണമടക്കം വിവിധ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സംവരണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ഈ ഗവൺമെൻറ്, ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് തന്നെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ആയി പിണറായി വിജയൻ വന്നതിന് ശേഷം, അദ്ദേഹവും ആ വിഭാഗത്തിൽപ്പെടുന്ന ഒരാളാണല്ലോ, അദ്ദേഹം വന്നതിന് ശേഷം നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങളിൽ എത്ര എണ്ണം പ്രാവർത്തികമായിട്ടുണ്ട്, കേവലം പ്രസ്താവനകളല്ലാതെ യാഥാർത്ഥ്യമായിട്ടുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കണം. അപ്പോൾ മനസ്സിലാകും ആ കമ്മ്യൂണിറ്റി അവരിൽ നിന്ന് മാറാനുള്ള സാഹചര്യം എന്താണെന്ന്. അതിനെ RSS വൽക്കരിച്ചതുകൊണ്ട് ഇവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. പക്ഷെ അതിന് വെള്ളാപ്പള്ളി നടേശൻ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തിക്കൊണ്ട് പറഞ്ഞ കാര്യം കൂടി MV ഗോവിന്ദൻ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ന്യൂനപക്ഷ പ്രീണനം എന്നല്ല, ന്യൂനപക്ഷങ്ങളിൽ ഒരു വിഭാഗത്തെ, അതായത് വെള്ളാപ്പള്ളി അത് മുസ്ലിം വിഭാഗങ്ങളെ എടുത്തു പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു മുസ്ലിം പ്രീണനം ഇവിടെ നടത്തുന്നുണ്ടായിരുന്നു CPM-ഉം പിണറായി സർക്കാരും. അതിൽ മനം മടുത്തിട്ടാണ് ഈഴവ സമുദായം, അദ്ദേഹം അത് എടുത്തു പറയുകയും ചെയ്തിരുന്നുവല്ലോ വെള്ളാപ്പള്ളിയുടെ ആ ഒരു നിരീക്ഷണം, ആ ഒരു തുറന്നു പറച്ചിൽ, അദ്ദേഹം രക്തസാക്ഷിയാവാനും ഇതിൽ തയ്യാറാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പറയുന്നതിലൂടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ തനിക്കുണ്ടായാൽ അത് നേരിടാനും തയ്യാറാണെന്ന് വെള്ളാപ്പള്ളി അന്ന് പറഞ്ഞിരുന്നു. അതുകൂടി ചർച്ച ചെയ്യുകയുണ്ടായി CPM. അപ്പോൾ അവിടെ ന്യൂനപക്ഷം എന്നല്ല വെള്ളാപ്പള്ളി പറഞ്ഞത്, മുസ്ലിം പ്രീണനം നടക്കുന്നുണ്ട് ഇവിടെ, അത് CPM-ഉം പിണറായി സർക്കാരുമാണ് നടത്തിയത്. അതുകൊണ്ട് ഹൈന്ദവ സമുദായത്തിലെ പിന്നാക്ക വിഭാഗക്കാർ പാർട്ടിയിൽ നിന്നും CPM-ൽ നിന്നും, അതാണ് നട്ടല് എന്ന് പറയുന്നത്, അതിന്ന് MV ഗോവിന്ദനും പറഞ്ഞു ഞങ്ങളുടെ നട്ടലാണ് ആ സമുദായങ്ങൾ എന്ന്. അപ്പോൾ അവരകന്നു എന്ന് വെള്ളാപ്പള്ളി പറഞ്ഞിരുന്നു. പക്ഷേ വെള്ളാപ്പള്ളി അതിന് പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഈ തരത്തിലുള്ളതാണ്. പക്ഷേ അതിനെ ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നുണ്ട് പിണറായി സർക്കാർ എന്ന് പറഞ്ഞ് വെള്ളാപ്പള്ളി അത് വ്യാഖ്യാനിക്കാൻ നോക്കിയെന്നാണ് ഇന്ന് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത്. അതായത് ക്രൈസ്തവ വിഭാഗങ്ങളും മുസ്ലിം വിഭാഗങ്ങളും ഉൾപ്പെടുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഈ സർക്കാർ പ്രീണിപ്പിക്കുന്നുവെന്ന്. പക്ഷെ വെള്ളാപ്പള്ളി പറഞ്ഞത് അങ്ങനെയല്ല. അപ്പോൾ ആ ഒരു വ്യത്യാസം അവിടെയുണ്ട്. അതിൽ താങ്കൾ ഏത് പക്ഷത്താണ്? വെള്ളാപ്പള്ളി പക്ഷത്തോട് ചേരുന്നുണ്ടോ, CPM പക്ഷത്തോട് ചേരുന്നുണ്ടോ? അല്ല, SNDP യോഗം ജനറൽ സെക്രട്ടറിയുടെ അഭിപ്രായത്തെ സംബന്ധിച്ച് ഞാൻ SNDP യോഗത്തിൻ്റെ വക്താവല്ല. ഞാൻ ആ സമുദായത്തിൽപ്പെട്ട ഒരാളാണെന്നുള്ള കാര്യം ഞാൻ നിഷേധിക്കുന്നില്ല. ഞാൻ നല്ല ഒരു ഗുരുദേവ ഭക്തനും ശ്രീനാരായണ പ്രസ്ഥാനങ്ങളോട് വളരെ നല്ല ബന്ധമുള്ള ഒരാളാണ്. ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ SNDP യോഗത്തിൻ്റെ വക്കാലത്ത് എനിക്കില്ല. അതുകൊണ്ട് ഞാൻ അതേക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ CPM കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി എടുത്തിട്ടുള്ള സമീപനങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അതിൽ ചില ശരികളില്ലേ? കേവലം ഈ നാട്ടിലെ താൽക്കാലികമായ വോട്ട് രാഷ്ട്രീയത്തിന് വേണ്ടി ചർച്ചകളിൽ പങ്കെടുക്കുന്ന, നമ്മൾ മഞ്ജുഷും ഞാനുമായി എത്രയോ കാലമായി ചർച്ചയിലിരിക്കുന്നു. ആ ചർച്ചയിലൊക്കെ വരുന്ന CPM പ്രതിനിധികൾ എടുക്കുന്ന ഒരു സമീപനം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പം തന്നെ രാജ്യത്ത് നടന്നിട്ടുള്ള 2024 പൊതു തെരഞ്ഞെടുപ്പിൽ
രാജ്യത്ത് ഒരു പ്രതിപക്ഷം, ആ പ്രതിപക്ഷ മുന്നണിയുടെ ഭാഗമാണ് CPM, ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ്. പക്ഷേ ആ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ദേശീയ തലത്തിൽ BJPക്കെതിരെ അല്ലെങ്കിൽ വർഗീയ തീവ്രവാദ ഹിന്ദുത്വ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നു എന്ന് നാം ആക്ഷേപിക്കുന്ന ഫാസിസ്റ്റ് മൂവ്മെന്റിനെതിരായിട്ട് നമ്മൾ നിലപാടെടുക്കുമ്പോൾ കേരളത്തിലെ CPM എന്ത് നിലപാടാണ് എടുത്തത്? കേരളത്തിലെ CPMന്റെ ഏതെങ്കിലും നേതാക്കളിൽ നിന്ന് BJPക്കെതിരായ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇപ്പൊ അവർ പറയുന്ന SNDP RSS വൽക്കരിക്കുന്നു, CPM RSS വൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നാ എനിക്ക് തോന്നിയത് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഒരു ഘട്ടത്തിൽ പോലും അവർ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചത് രാഹുൽ ഗാന്ധി. CPM RSS വൽക്കരിച്ചാൽ ഈഴവ സമുദായാംഗങ്ങൾ BJPക്ക് വോട്ട് ചെയ്യണമെന്നില്ലല്ലോ. അല്ല, ഈഴവ സമുദായം എന്ന് പറയുന്ന RSS അല്ലല്ലോ. അതിലുണ്ടാവുന്ന എല്ലാ പാർട്ടിയിലും കോൺഗ്രസ് പാർട്ടിയിൽപ്പെട്ടവരില്ലേ? ഈഴവ സമുദായത്തിൽപ്പെട്ട മജോറിറ്റി ആളുകൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമായി ചേർന്ന് നിന്നവരാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. പക്ഷേ CMBയുടെ ആവിർഭാവം, MV രാഘവന്റെ നേതൃത്വത്തിൽ, ഗൗരിയമ്മയുടെ നേതൃത്വത്തിലുള്ള ജനാധിപത്യ സംരക്ഷണ സമിതിയുടെ ആവിർഭാവം, തുടർന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ള വ്യത്യസ്തമായ നിലപാടുകൾ, അതെല്ലാം CPMൽ നിന്ന് ആ സമൂഹത്തെ അകറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പിന്നെ SNDP യോഗം എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ ലൈൻ സ്വീകരിക്കുന്ന, ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഒരു ലൈൻ ഉണ്ടല്ലേ, അദ്ദേഹത്തിന് മകൻ ഒരു ലൈൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ഈഴവ സമുദായത്തിന് മുഴുവൻ ലൈനല്ല. വളരെ സ്വതന്ത്രമായി ചിന്തിക്കുകയും അഭിപ്രായം പറയുകയും ചെയ്യുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അവർ. പല പാർട്ടികളിലുണ്ട്. മജോറിറ്റി വോട്ട് LDFന് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് മുൻകാലങ്ങളിൽ. ആ വിശ്വാസം സംരക്ഷിക്കുന്ന സമീപനം ആ സമൂഹത്തിന്റെ അഭ്യുന്നതിക്ക് വേണ്ടി ചെയ്യുന്നില്ലെന്നോ, അല്ലെങ്കിൽ സാധാരണക്കാരെ ബാധിക്കുന്ന ജനകീയ പ്രശ്നങ്ങളിൽ നിഷേധാത്മകമായ സമീപനം സ്വീകരിക്കുന്നു എന്ന് വ്യത്യസ്താഭിപ്രായം ഈഴവ സമുദായത്തിന് മാത്രമല്ലല്ലോ, എല്ലാ സമുദായങ്ങൾക്കും ഉണ്ടല്ലോ. ഇവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഇവിടുത്തെ പിന്നെ തൊഴിൽ മേഖലയിൽ നടക്കുന്ന പിൻവാതിൽ നിയമനത്തെ സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായമുണ്ടോ? ഈഴവ സമുദായത്തിനോ നായർ സമുദായത്തിനോ ദളിത് വിഭാഗങ്ങൾക്കോ കേരളത്തിലെ PSCയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ചോദ്യപേപ്പർ, പിന്നെ അനധികൃതമായിട്ടുള്ള പരീക്ഷ, പിൻവാതിൽ നിയമനം, ഇവിടുത്തെ പെൻഷൻ കുടിശ്ശിക, രൂക്ഷമായ വിലക്കയറ്റം, ഓരോ കാര്യങ്ങളും നമ്മൾ എടുത്തു നോക്കൂ. കാർഷിക മേഖലയിൽ ഇപ്പോഴും നെല്ല് കൊടുത്തിട്ടും ആ വില കിട്ടാത്ത കർഷകർ. അപ്പൊ ആ കാര്യത്തിലൊന്നും ഒരു സമുദായവൽക്കരണം ഇല്ലെന്നേ, മതവൽക്കരണം ഇല്ലെന്നേ. ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു ഗവൺമെന്റിന് കഴിഞ്ഞാൽ വളരെ കൃത്യമായി, ഞാൻ ചോദിക്കട്ടെ, ഈ രണ്ടാം പിണറായി സർക്കാർ ഉണ്ടാകുന്ന എങ്ങനെ? കോവിഡ് കാലത്ത് അവർ എന്തൊക്കെയോ നന്മ ചെയ്തു എന്ന് ധരിക്കുകയോ തെറ്റിദ്ധരിപ്പിക്കുകയോ ചെയ്യുന്നതിൽ ഇടതുപക്ഷം വിജയിച്ചു, ജനം അവരോടൊപ്പം നിന്നൂന്നേ. എന്നാൽ പിന്നീട് അവർക്ക് മനസ്സിലാകുക, ഓരോ ഘട്ടത്തിലും KK ശൈലജ ടീച്ചർ അടക്കം പരാജയപ്പെടുമ്പോൾ കേരളത്തിന് ബോധ്യമാകുകയാണ്, അന്ന് ഈ ചെയ്തത് തെറ്റായിപ്പോയി, ഇവർ ഒരിക്കലും നീതിപൂർവം പ്രവർത്തിച്ചില്ല. ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ജനോപകാരപ്രദമായ നടപടികൾ ഉണ്ടാകുന്നില്ല. അതിന് എല്ലാ സമുദായം, ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ എറണാകുളത്ത് ഹൈബി ഈഡൻ 2.5 ലക്ഷം വോട്ടിന് ജയിക്കുകയാണ്, ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ് ജയിക്കുകയാണ്. ഇതെല്ലാം കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്തിട്ടാണോ? ഇതെല്ലാം ഐക്യ ജനാധിപത്യ മുന്നണിക്കാർ വോട്ട് ചെയ്തിട്ടാണ്. ശരി, അത് മാത്രമല്ല കണ്ണൂരിലെയും കാസർഗോഡിലെയും കാര്യം എടുത്തു പറയേണ്ടി വരും. അവിടെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതുകൊണ്ടല്ലോ വോട്ടുകൾ CPMൽ നിന്ന് കോൺഗ്രസിലേക്ക് ഒഴുകിയത്. രാജ്മോഹൻ ഉണ്ണിത്താനും K സുധാകരനും ഒക്കെ 1 ലക്ഷത്തിലേറെ വോട്ടുകൾക്ക് ജയിച്ചത്. അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. അതിനൊരു വിരോധാഭാസം അക്കാര്യത്തിൽ ഉണ്ട് താനും ഇന്ന് പാർട്ടിയുടെ വിലയിരുത്തലിൽ. ശ്രീ അഡ്വക്കേറ്റ് BN